ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് ചൂണ്ടയിടാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡാണ്. അപ്പം തലേദിവസം രാത്രി നമുക്കിവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നും പറഞ്ഞാണ് കേട്ടോ നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നത്. അപ്പോൾ ഞാനോർത്ത് ശ്രുതിയെ കൂടെ വിളിക്കുകയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു വീടിൻ്റെ അപ്പുറത്താണ് ശ്രുതിയുടെ വീട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ശ്രുതി കുഞ്ഞിന് ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവർ പോട്ടെ, നമുക്ക് ഉച്ച കഴിഞ്ഞ് പോയി ചൂണ്ടയിടാമെന്ന് കേട്ടോ. വീഡിയോ എടുത്ത സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലും കിട്ടിയോന്ന് അറിയണമല്ലോ. അപ്പം ഞാനും മോനും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ തോട്. ആ കാണുന്നത് തോടാണ് കേട്ടോ. ഈ പുല്ല് പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ ഓർക്കും പറമ്പാണ്, പക്ഷെ ഒരിക്കലും അല്ല, തോടാണ് കേട്ടോ. നല്ല ആഴമുള്ള തോടാണ്, ചെളിയൊക്കെയാണ്. അപ്പം ഞാനും കുഞ്ഞും കൂടെ അങ്ങോട്ട് പോകുമായിരുന്നേ. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുന്നത് കൊണ്ട്. അപ്പം ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും ചേട്ടാ ഇതേ മണ്ണിരയെ കോർത്താണ് കേട്ടോ ചൂണ്ടയിടുന്നത്. ഇത് ശ്രുതിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഇവരും കൊച്ചിലോട്ട് ഫ്രണ്ട്സാണ്. ഇവർ വർക്ക് ചെയ്യുന്നത് ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ചൂണ്ടയെല്ലാം സെറ്റാക്കി ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചേട്ടായി തോട്ടിലോട്ട് ഇറങ്ങി കേട്ടോ. ഈ സൈഡിലൊന്നും അധികം ആഴമില്ല. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി. ഞാനിവിടെ കരയിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. എനിക്ക് അങ്ങോട്ട് പോയി എടുക്കണമെന്നുണ്ട്, പക്ഷെ ചെളി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകാത്തത്. അതുപോലെ മക്കളും അടുത്തുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറേ നേരം നോക്കി. കുറച്ച് നേരം ഇട്ടിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഇവർ നേരത്തെ വന്നപ്പോൾ ഇവിടെ എന്തോ മീനെ കണ്ടെന്നും പറഞ്ഞാൽ കേട്ടോ ചൂണ്ടയായിട്ട് വന്നത്. അപ്പം ഞാനിവിടെയൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ഈ മഴയൊക്കെ പെയ്ത് പിന്നെ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ വെള്ളം ഒഴുകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിലെ കൂടെ മീനും ഒക്കെ പോകും കേട്ടോ. നമ്മൾ രാത്രിയിലൊക്കെ മഴയുള്ളപ്പോൾ ഇവിടെ വന്ന് നോക്കാറുണ്ട്. അപ്പോൾ അതേ രണ്ടുപേരും കൂടെ കുറേ നേരം, രണ്ടുപേരും ചൂണ്ടയിടുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കുവാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുനിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്തോ കൊത്തിയെന്ന്. അപ്പോൾ അതേ നോക്കി നോക്കി നിന്നപ്പോൾ ചേട്ടായുടെ ചൂണ്ടയിൽ എന്തോ കൊത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തോട്ട് പോയി നോക്കുവാണ്. എനിക്ക് അവിടെ പോയി എടുക്കണമെന്നുണ്ട്. അവിടെ ചെളിയായത് കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും കൊത്തുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് വലിച്ചെടുത്തപ്പോൾ അത് കാര്യമായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയ കാര്യമായിരുന്നേ. അപ്പോൾ ഇത് ചേട്ടയുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെയും മീനൊക്കെ കിട്ടി. ഞാൻ അധികം ഒന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ നമുക്ക് പിന്നെ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.